രാവിലെ ഒരു ട്രേഡ് എടുത്തു. കേരള ഫോറക്സ് അക്കാഡമി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും വ്യൂവേഴ്സ് ഒരുപാട് വരുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് എണ്ണം കുറവാണ്. ഞാനിത് ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് പോലെയാണ്, പക്ഷേ ഇത് ക്വാണ്ടിറ്റി ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. ഒറ്റ എൻട്രി അല്ല വരുന്നത്. ഇതാണ് നമ്മുടെ മൂവിങ് ആവറേജ്. ഇ എം ഐക്ക് അനുസരിച്ച് തന്നെയാണ്. ഇ എം ഐയുടെ മുകളിലാണ് ക്യാൻഡിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബൈ സൈഡാണ് നോക്കുന്നത്. ഇനിയും കുറച്ചുകൂടി റെഡ് മൂവിങ് ആവറേജ് 14, അതിനടുത്തേക്ക് വന്നാൽ വീണ്ടും ആഡ് ചെയ്യും. 30 മൂവിങ് ആവറേജിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ എക്സിറ്റ് ആവും. ഇപ്പം നല്ല രീതിയിൽ എൻട്രി കൂടിയിട്ടുണ്ട്. മൂവിങ് ആവറേജ് 30 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ അവിടെ വെച്ച് എക്സിറ്റാണ്. ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ ഞാൻ പറയാനാവും അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇപ്പോഴും 30 മുകളിലാണ് ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. ഇത് വീണ്ടും വെയിറ്റിംഗ്. ഇത് 1 മിനിറ്റ് ക്യാൻഡിലാണ്. 1 മിനിറ്റ് ക്യാൻഡിലാകുമ്പോൾ ഫാസ്റ്റ് മൂവ്മെൻറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ 30 വീണ്ടും സപ്പോർട്ട് എടുക്കും എന്ന് തോന്നുന്നു. ഇപ്പം ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. താഴേക്ക് പോകുന്നു. ഈ രീതിയിൽ ക്ലോസ് ചെയ്യില്ല. ക്യാൻഡിൽ തീരണം. ക്യാൻഡിൽ തീർന്നതിന് ശേഷം ഇനി വരുന്ന ലോ, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ്. ഇതെവിടെ പോയി ലോ ക്രിയേറ്റ് ചെയ്താലും ആ ലോ ഇനി ആടിയില്ല. വെയിറ്റിംഗ് മാത്രമേ ഉണ്ടാവൂ. $9 ലോസാണ്. ഇത് ഇപ്പോൾ കഴിഞ്ഞ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ നോക്കിയാൽ അപ്പോഴേ എക്സിറ്റ്, ആൾ ക്ലോസ്. ആൾ ക്ലോസ് കൊടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു. വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. ഏറ്റവും മുകളിലത്തെ എൻട്രി ഒരു 1.25 1.30 ലോസ് കണ്ടാൽ ആ സ്പോട്ടിൽ ആൾ ക്ലോസ്. ഇപ്പോൾ വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. അടുത്ത ക്യാൻഡിൽ ഗ്രീനായിരുന്നു എന്ന് ക്ലോസ് തീർന്നത്. ഇനിയുള്ളത് മുകളിലേക്ക് പോകും, നോക്കാം. ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. ഇനി എന്താ പറയുക, ഈ ലോ അത് ബ്രേക്ക് ചെയ്താൽ മതി. ക്ലോസ് ചെയ്യണമെന്നൊന്നുമില്ല. ബ്രേക്ക് ചെയ്താൽ ആ സ്പോട്ടിൽ എക്സിറ്റ് ആൾ. $89, 89.17. സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ് ക്ലോസ് ആവത്തേ ഉള്ളൂ. എല്ലാം ആൾ ക്ലോസ് കൊടുത്ത് ക്ലിയർ ചെയ്യും.
ഇപ്പോഴും 30 മൂവിങ് ആവറേജിന് താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി എൻട്രി ആഡ് ചെയ്യത്തില്ല, എത്ര ആയാലും ആഡ് ചെയ്യില്ല. കാരണം 30 മൂവിങ് ആവറേജിന് താഴെ നിൽക്കുന്നത് കൊണ്ട് ഇനി ബൈ ആഡ് ചെയ്യില്ല. ഇനിയും ഇതിൽ ബൈ ഞാൻ ആഡ് ചെയ്യും. അതൊരു രീതി ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ആവട്ടെ. എല്ലാ മൂവിങ് ആവറേജിൻ്റെ മുകളിൽ ക്ലോസ് ആയാൽ ഞാൻ വീണ്ടും അവിടെ നിന്ന് എൻട്രി ആഡ് ചെയ്യും. താഴോട്ടാണ് പോകുന്നതെങ്കിൽ 89 താഴോട്ട് പോയാൽ അവിടെ വെച്ച് എക്സിറ്റ്. എടുക്കുക, ആൾ ക്ലോസ് അതിൻ്റെ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. 89 54 45 40. $89 72 അടുത്ത ക്യാൻഡിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. $130 ഒക്കെ കടന്ന് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ക്ലോസ് വീണ്ടും കുറഞ്ഞ് 100 106. ഏറ്റവും മുകളിലത്തിൻ്റെ ലോസാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ക്ലോസായി. എക്സിറ്റ് ആവേണ്ട ഇത് കഴിഞ്ഞു. 115 ഇവിടെ അത് തിരിച്ചാണ് വരാനുള്ളത്. വരുന്നത് തിരിച്ചാണ്, അതുകൊണ്ടാണ് ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു റിജക്ഷൻ അവിടെ നിന്ന്, അതായത് നമ്മുടെ ഈ ഫ്രാക്ടലിൻ്റെ അവിടെ ഇതിൻ്റെ ലിക്വിഡിറ്റി എടുത്തതാണ് മാർക്കറ്റ്. ഇപ്പോൾ ആ ലിക്വിഡിറ്റി എടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. നല്ല രീതിയിലാണ് ഇപ്പോൾ ക്യാൻഡലിൻ്റെ ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഇതിപ്പോൾ വന്ന അത്ര ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പ്രോഫിറ്റിലേക്ക് മാറും. ഒറ്റ ക്യാൻഡിൽ മതി ഒരു ഗ്രീൻ, അപ്പോഴത്തേക്കെല്ലാം നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും. അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ പൊസിഷൻസ് ക്ലോസ് ചെയ്യാൻ പറ്റുക. ആൾ പ്രോഫിറ്റിലേക്ക് ഈസി ആയിട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ഈ ഫ്രാക്ടൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് താഴെയൊക്കെ ലിക്വിഡിറ്റി ആവശ്യം പോലെ ഉണ്ടാവും. അപ്പോൾ ലിക്വിഡിറ്റി എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ അന്വേഷിച്ച് പോകണ്ട. എല്ലാ ഫ്രാക്ടലിൻ്റെ താഴെയും മുകളിലും ലിക്വിഡിറ്റി ഉണ്ടാവും. ഇപ്പോഴും ഗ്രീനാണ്, റെഡ് ക്യാൻഡിൽ ക്ലോസായി. ഇനി ആ റെഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ മൂവ്മെൻ്റ് ആയിരിക്കും മുകളിലേക്ക്. പുതിയൊരു ഹൈ, ഈ ചാർട്ടിൽ കാണുന്നതിൻ്റെ പുതിയൊരു ഹൈയിലേക്ക് മാറും. ഇപ്പോൾ വന്ന വലിയ റെഡ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലിൻ്റെ പകുതി വന്നു. അവിടെ നിന്ന് റിജക്ഷൻ വരണം. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ അത് ഒന്ന് ലിക്വിഡിറ്റി അല്ല, അതിൻ്റെ എന്താ പറയുക, ഒരു വലിയ ക്യാൻഡിൽ വന്നാൽ അതിൻ്റെ പകുതി വന്ന് ടാപ്പ് ചെയ്യാൻ ഒരുപാട് ചാൻസുകളുണ്ടാവും.
സോറി, വീഡിയോ ഒരുപാട് വലിപ്പം വെച്ചിരിക്കുന്നു വരുന്നുണ്ട് അല്ലേ? അത് സാരമില്ല. എന്തായാലും ഈ എൻട്രി ക്ലോസ് ആയ ഒന്ന് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏതെങ്കിലും ബുക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ചെയ്യുക. രണ്ടാമത്തെ ക്യാൻഡിലും റെഡായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഇനി നമുക്കിത് എക്സിറ്റ് ആവണം, കാരണം മൂവിങ് ആവറേജ് 30 താഴേക്ക് ക്രോസ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി അത് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ തന്നെ മുകളിലേക്ക് പോയി ഗ്രീൻ ക്യാൻഡിലായിട്ട് ക്ലോസ് ആയത് കഴിഞ്ഞാൽ വെയിറ്റ് തന്നെ. റെഡായാൽ ഇപ്പോൾ എക്സിറ്റ് ആവില്ല. ഈ ഇപ്പോൾ വന്ന ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയോ ആ ഫ്രാക്ടൽ വരെയോ മാക്സിമം. അതിൽ കൂടുതൽ പിന്നെ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിലെന്തായാലും ഇനി എൻട്രി ആഡ് ചെയ്യുന്നില്ല. ഞാനത് മുകളിലേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്താൽ ഒന്നുകൂടെ 2-3 എൻട്രി കൂടെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. മുകളിലത്തെ ഫ്രാക്ടലിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നെയായിരിക്കും. ഇരുപത്തിയഞ്ച് സെക്കൻഡുകൾ ബാക്കി ക്യാൻഡിൽ ഇപ്പോൾ റണ്ണിങ് ക്യാൻഡിൽ കഴിയാനായിട്ട്. ലോസ് ബുക്ക് ചെയ്യാൻ വേണ്ടി വരുമെന്ന് തോന്നുന്നു. $12 ലോസ് ഉണ്ട് ഇപ്പോൾ. ഈ ഒരു ഏരിയ അത് നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടുന്നുണ്ട് നമുക്ക്. മൂവിങ് ആവറേജും ക്രോസ് ഓവർ നടക്കുന്നു. ഇതിനി SLലേക്ക് തന്നെയാണ് മൂവിങ് ആവറേജ്. നമുക്ക് സെൽ സൈഡിലേക്കുള്ള എൻട്രി കിട്ടുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഗോയിങ് അപ്പ്. 92 മുകളിൽ ക്ലോസിങ് കിട്ടണം. 92 മുകളിൽ ക്ലോസിങ് കിട്ടിയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്കെല്ലാം എക്സിറ്റ് ആവാൻ പറ്റും. മുകളിൽ അടുത്ത ഫ്രാക്ടൽ വന്നു. ഈ ക്യാൻഡിൽ ആ ഹൈ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആ ഫ്രാക്ടൽ അങ്ങ് മാഞ്ഞു പോകും, അവിടെ ഉണ്ടാവില്ല. അതിന് താഴെ നിന്നാൽ മാത്രമേ ആ ഫ്രാക്ടലിലൂടെ ആവും. അടുത്ത ക്യാൻഡിൽ മുകളിലേക്ക് പോയാലും ഫ്രാക്ടൽ മായില്ല. ഇപ്പോൾ റണ്ണിങ് ക്യാൻഡിൽ മുകളിലേക്ക് പോയാൽ ഇപ്പോൾ മുകളിൽ വന്ന ഫ്രാക്ടൽ പിന്നെ അവിടെ ഉണ്ടാവില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്കതിൽ ആഡ് ചെയ്യാമല്ലേ? ഹിസ്റ്ററി, ട്രേഡിംഗ് ഹിസ്റ്ററി, പ്രോഫിറ്റ് ലോസ് അതുകൂടെ കിടക്കട്ടെ. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം. ഇപ്പം 4 എൻട്രി പ്രോഫിറ്റ്. പുതിയ ഞാൻ പറഞ്ഞില്ല ഫ്രാക്ടൽ മാഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ പോയി. ഇപ്പോൾ പുതിയൊരു ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആൾ പ്രോഫിറ്റാണ്. ഇപ്പോൾ വീണ്ടും ലോസ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലും കൂടെ ഗ്രീൻ ക്യാൻഡിൽ കിട്ടും. ആ ഗ്രീൻ ക്യാൻഡിലിൽ ആൾ എക്സിറ്റ്. ഇനി ഇത് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നില്ല. ഇതിൽ എൻട്രി കൂടുതലാണ്, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യാത്തത്. നമുക്ക് ടോട്ടൽ പ്രോഫിറ്റിലാണ്. $1 കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും $1.5 പ്രോഫിറ്റ്.
നമുക്ക് ക്ലോസിങ് പ്രോഫിറ്റബിൾ പൊസിഷൻസ് ഞാൻ കട്ട് ചെയ്തു, എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ മൂവിങ് ആവറേജിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ 2-3 ലോട്ട് കൂടെ ആഡ് ചെയ്യണം. നല്ലൊരു മൂവ്മെൻറ്റാണ് കിട്ടുന്നത്. ഒരു റെഡ് ക്യാൻഡിൽ ഞാൻ പ്രതീക്ഷിച്ചു, അത് വന്നില്ല. റെഡ് ക്യാൻഡിൽ വന്നാൽ ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനത് പ്രോഫിറ്റബിൾ പൊസിഷൻസ് ക്ലോസ് കൊടുത്തത്. എന്താ ക്യാൻഡിൽ ഇവിടെ ആഡ് ചെയ്തു. വീണ്ടും 2-3 ലോട്ട് കൂടെ ആഡ് ചെയ്തതെല്ലാം ഒരേ ഏരിയയിലാണ് കിട്ടിയേക്കുന്നത്. ആ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് കാരണം. ചേട്ടാ നമുക്ക് ആൾ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവില്ല. $1 ലോസ്, 50 പൈസ ലോസ്. ഇപ്പോൾ പ്രോഫിറ്റ് $1, $2, $5 പ്രോഫിറ്റ്. ക്ലോസ് ആൾ പൊസിഷൻസ്. അതാണ് നമുക്കിപ്പോൾ സേഫ് ഇപ്പോഴത്തെ. ഇനി അടുത്ത എൻട്രി നോക്കാം. വീഡിയോയും ക്ലോസ് ചെയ്യണം ഇത്, അതിന് വേണ്ടിയിട്ടും കൂടെയാണ്. $9 പ്രോഫിറ്റ്. രാവിലെ ഞാൻ കുറച്ച് ലോസിലും ഇപ്പോഴാണ് ലോസ് കട്ട് ചെയ്തത്. 3 ട്രേഡ് ലോസിൽ പോയി. 3 ലോട്ട് ലോസ്, ബാക്കിയുള്ളത് 2 പ്രാവശ്യമായിട്ട് എടുത്തത് കൊണ്ട് പ്രോഫിറ്റ് തന്നെയാണ്. നല്ല മൂവ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഇത്രയും ലോസ് കണ്ട സ്ഥിതിക്ക് പിന്നെ വെയിറ്റ് ചെയ്യേണ്ടത് കരുതിയതാണ്. എക്സിറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ആവുന്നുണ്ട്. ഈ വീഡിയോ 17 മിനിറ്റായി. ഇത്രയൊക്കെ ആൾക്കാർ ഒന്ന് കാണുമോ? എന്തായാലും ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.